ട്രംപിൻ്റെ ചില കാടൻ നയങ്ങൾ ബിസിനസ് സൗഹൃദമെന്ന് തോന്നാമെങ്കിലും അമേരിക്ക വിൽ ബി ഗ്രേറ്റ് അഗെയിൻ എന്ന് അദ്ദേഹം പറയുന്നുവെങ്കിലും അമേരിക്കൻ ഇക്കോണമി തകർന്ന് തരിപ്പണമാവുകയാണ് ട്രംപിൻ്റെ കടുംപിടുത്തത്തിൽ. പ്രത്യേകിച്ച് ടാരിഫ് യുദ്ധം, തീരുവ യുദ്ധം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് $1 ട്രില്യൺ കുറവാണ് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ 29 ട്രില്യൺ ഇക്കോണമിയായ അമേരിക്ക അടുത്ത വർഷം 28 ട്രില്യൺ ഇക്കോണമിയായി ചുരുങ്ങാനുള്ള സാധ്യതയാണുള്ളത്. ഓഹരി വിപണിയിലെ തകർച്ച ഭീകരമാണ്. നാസ്ഡാക്കിലും ടെക്നോ സെൻട്രിക് ഓഹരികളുടെ സൂചികയായ നാസ്ഡാക്കും സ്റ്റാൻഡേർഡ് S&P ഇൻഡെക്സിലുണ്ട്. ഡൗ ജോൺസ്, പ്രശസ്തമായ ഡൗ ജോൺസ് ഇൻഡെക്സ്, ഇതൊക്കെ തന്നെ 5 മുതൽ 10% വരെ തകർച്ചയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി. കാരണം ട്രംപിൻ്റെ തീരുവ യുദ്ധം പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ഒരാഴ്ച, ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അമേരിക്കൻ ഓഹരി വിപണികളും ലോകത്തെമ്പാടുമുള്ള ഓഹരി വിപണികളും ഇന്ത്യയുടെ ഓഹരി വിപണിയായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസെറ്റീവ് ഇൻഡെക്സ്, അതുപോലെ NSE ഇൻഡെക്സ് ഒക്കെ തന്നെ തകർച്ചയിലാണ്. ഇന്ത്യയേക്കാൾ തകർച്ചയിലാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ശാത്ത കോടീശ്വരന്മാർ അവരുടെ എല്ലാം ആസ്തികൾ ഒലിച്ചു പോവുകയാണ്. അതിൽ ഇലോൺ മസ്കിൻ്റെ ആസ്തിയിലും $1110 ബില്യൺ കുറവാണ് കേവലം 3 ദിവസത്തിനുള്ളിൽ സംഭവിച്ചത്. അത് വലിയ കുറവാണ്. അതുപോലെ ജെഫ് ബെസോസിൻ്റെ ആസ്തികളിൽ, അതുപോലെ വലിയ ആമസോണിൻ്റെ ചെയർമാനാണല്ലോ ബെസോസ്, അതുപോലെ മാർക്ക് സുക്കൻബർഗ്, എല്ലാ ശതകോടീശ്വരന്മാരുടെയും പ്രത്യേകിച്ച് ടെക് ഭീമന്മാരുടെ ആസ്തികളിൽ വലിയ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇലോൺ മസ്കിനെ വല്ലാതെ ഇരുത്തിച്ചിന്തിപ്പിച്ച് $20,000 കോടി ഒലിച്ചുപോക്കാണ്, കുറവാണ് കുറവാണ് ഓഹരി വിപണിയിലെ തകർച്ചയിലൂടെ അമേരിക്കയിലെ അതിസമ്പന്നരായ വ്യവസായികൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഏതാനും വ്യവസായികളുടെ മാത്രം ചേർത്താണ് എല്ലാവർക്കും ഒരു 1000 കോടി മുതൽ ഒരു 2500 കോടി വരെയുള്ള നഷ്ടമാണ് സംഭവിച്ചത്. ഇതെല്ലാം നികത്തണമെങ്കിൽ ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകൾക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ ആവശ്യമാണ്, പുതിയ ഏരിയകൾ കണ്ടെത്തണം. അവിടെയാണ് കഴിഞ്ഞ മാസം നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപുമായി മാത്രമല്ല കൂടിക്കാഴ്ച നടത്തിയത്, ഇലോൺ മസ്കുമായും കൂടിക്കാഴ്ച നടത്തി. ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ചയിൽ നടന്നത് എന്താണ് എന്ന് കൃത്യമായ വിവരം പുറത്തറിയില്ല എങ്കിലും ഇന്ത്യയിൽ ചില ബോട്ടിൽ നെക്സ് ഉണ്ട്, ചില പ്രതിബന്ധങ്ങളുണ്ട്, ചില റെസ്ട്രിക്ഷനുകളുണ്ട്. ഇപ്പോൾ കേബിൾ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ഫൈബർ അധിഷ്ഠിതമായ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിന് പകരം സാറ്റലൈറ്റ് അധിഷ്ഠിതരായ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് വരണമെങ്കിൽ ചില നിയമപരമായ മാറ്റങ്ങൾ, പോളിസിപരമായ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അത് ഇന്ത്യയിലെ ആഭ്യന്തര ടെലികോം രംഗത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് കണ്ടറിയണം. കാരണം മോദി സർക്കാരിനെ ഉൾപ്പെടെ ഒരു പരിധിവരെ സഹായിക്കുന്നതും താങ്ങി നിർത്തുന്നതും വലിയ വ്യവസായ പ്രമുഖന്മാർ കൂടിയാണ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ കൂടി നരേന്ദ്രമോദിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും സംരക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇലോൺ മസ്ക് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഉപഭോക്തൃ ബേസാണ്. ലോകത്തെ ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് മാർക്കറ്റ് ഇന്ത്യയിലും ചൈനയിലുമാണ്. ചൈനയിലേക്ക് അത്ര എളുപ്പം പറന്നിറങ്ങാനാവില്ല, പ്രത്യേകിച്ചും ഈ വ്യാപാര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ചൈനയുമായുള്ള വ്യാപാര നഷ്ടമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യാപാര കമ്മി അമേരിക്കയ്ക്ക് $295 ബില്യൺ വാർഷിക കണക്ക്. അപ്പോൾ അമേരിക്ക വലിയ തോതിൽ ചൈനയെ ഞെരുക്കാൻ ശ്രമിക്കുകയാണ്. ചൈന തിരിച്ചടിക്കുകയാണ്. 34% ടാരിഫ് ട്രംപ് പ്രഖ്യാപിച്ചു. സെയിം 34% ടാരിഫ് ചൈനയും പ്രഖ്യാപിച്ചു. നിലവിലുള്ള 20%-നോടൊപ്പം അതുകൂടെ ചേരുമ്പോൾ 54% ടാരിഫാണ് ചൈനയ്ക്കെതിരെ. അതുകൊണ്ട് ഇനി അമേരിക്കയുടെ സാറ്റലൈറ്റ് പദ്ധതികളോ ഈ സ്റ്റാർലിങ്ക് പദ്ധതികളോ ഒക്കെ ചൈന കണ്ണും അടച്ച് ഒരുപക്ഷെ സ്വീകരിക്കില്ല. ചൈനയ്ക്ക് ചൈനയുടേതായ പദ്ധതികൾ വേറെയുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല സാഹചര്യം. അപ്പോൾ ഇന്ത്യ ഒരു കോംപ്രിഹെൻസീവ് ട്രേഡ് എഗ്രിമെൻറ്റ് നെഗോഷിയേറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. സെപ്റ്റംബർ-ഒക്ടോബറോടുകൂടി ഈ വർഷം നിലവിൽ വരാൻ സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായി ഇലോൺ മസ്കിൻ്റെ പദ്ധതി ശരിയാകുകയാണെങ്കിൽ 700 മില്യൺ ഇന്ത്യൻസ്, ഇത് 70 കോടിയോളം ഇന്ത്യക്കാർ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ, ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗിക്കാൻ സന്നദ്ധരായ ആളുകളാണ്. അതിൻ്റെ 10-1 പേരെങ്കിലും ഇലോൺ മസ്കിൻ്റെ, സ്പേസ് എക്സിൻ്റെ, സ്റ്റാർലിങ്കിൻ്റെ ടെലി സ്കീമിലേക്ക് മാറാൻ സന്നദ്ധമാണെങ്കിൽ ഇലോൺ മസ്കിന് കുതിച്ചു വരാൻ സാധിക്കും. വളരെ വലിയ സാധ്യതകളാണ്. അതിന് ഇവിടുത്തെ ഭീമന്മാരുമായി ഒരു അലയൻസിൽ പോവുകയാണ്. ജിയോയുമായും എയർടെല്ലുമായും ഒക്കെ ഒരു അലയൻസിൽ പോവുകയാണ്. അതുകൊണ്ട് ഇലോൺ മസ്കിൻ്റെ പദ്ധതികൾ
ഒരുപക്ഷെ ഇന്ത്യയിൽ വൻതോതിൽ കാറ്റക്ലിസ്മിക് ചേഞ്ചസ് ആണ്. ഇപ്പോൾ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ പെനിട്രേഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഓണേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. മൊബൈൽ ഫോൺ നിർമ്മാതാക്കളൊക്കെ ഇപ്പോൾ കഷ്ടകാലമാണ്. ആപ്പിളിൻ്റെയൊക്കെ ഓഹരി വില ഭീമമായ തോതിൽ ഇടിഞ്ഞു. പക്ഷേ അത് മൊബൈൽ ഹാൻഡ് സെറ്റുകളാണ്. അതേസമയം സാറ്റലൈറ്റ് രംഗത്തെ പിടിച്ചു നിൽക്കാനും ടെക്നോ സെൻട്രിക്കായ ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും ഒക്കെ ഒരുപക്ഷെ ഇന്ത്യ സന്നദ്ധമായേക്കാം. കാരണം ട്രേഡ് ഡെഫിസിറ്റാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര മിച്ചം ഇന്ത്യക്ക് ഏതാണ്ട് $47 ബില്യൺ. അത് ക്രമാനുഗതമായി കുറച്ച് കൊണ്ടുവരിക. അതുകൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഇറക്കുമതി, ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ ഇറക്കുമതിയിലൂടെ, സേവനങ്ങളും ഉൽപ്പന്നങ്ങളും രണ്ടായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ പോലും ഉൽപ്പന്നങ്ങളുടെയെങ്കിലും ഇറക്കുമതി, ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻസിൻ്റെയെങ്കിലും ഇറക്കുമതിയിലൂടെ ആ വ്യാപാര കമ്മി ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് വന്നെങ്കിലേ ട്രംപിൻ്റെ കലി അടങ്ങൂ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുണ്ട്. അതുമാത്രമല്ല, ട്രംപിനെ നേരിടാനുള്ള നല്ല വഴി എന്ന് പറയുന്നത് ട്രംപിൻ്റെ വിശ്വസ്തരെന്ന് കരുതുന്ന ഇലോൺ മസ്കിനെ പോലെയുള്ള വിശ്വസ്തരെന്ന് കരുതുന്നവരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുക വഴി ട്രംപിൻ്റെ പദ്ധതികളെ നമുക്ക് കൂടി പ്രയോജനകരമായി, ഇന്ത്യക്ക് കൂടി പ്രയോജനകരമായ രീതിയിൽ മാറ്റിയെടുക്കാനുള്ള പദ്ധതികളും ഇവിടെ നടക്കുന്നു. അതുകൊണ്ട് യുദ്ധങ്ങൾ, ട്രേഡ് യുദ്ധം ആകാശത്തേക്ക് വ്യാപിക്കുന്നു. ഇമ്പോർട്ട് എക്സ്പോർട്ടുകളിൽ പുനഃക്രമീകരണങ്ങൾ വരുന്നു. ഇവിടെ കൂടുതൽ പേര് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും കൂടുതൽ പേര് ബ്രോഡ്ബാൻഡ് സേവനങ്ങളിലേക്ക് വരികയും കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള, നിലവാരമുള്ള, സ്പീഡുള്ള ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു എങ്കിൽ അത് ന്യായമായ നിരക്കിൽ, ഭീമമായ നിരക്കുകൾ വന്ന് കുത്തകയായി കഴിയുകയും ഭീമമായ നിരക്ക് വന്നു കഴിയുകയും ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്ന ഉൾപ്പെടെ നിങ്ങളിൽ എത്തണമെങ്കിൽ ന്യായമായ നിരക്കിൽ ഈ സേവനങ്ങൾ, ടെലികോം സേവനങ്ങൾ ലഭ്യമാകണം. ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ ഒരുപക്ഷെ മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഇലോൺ മസ്ക് രംഗത്ത് വരികയാണ്. ഇന്ത്യ കണ്ണുമടച്ച് മസ്കിനെ സ്വീകരിക്കണോ അതോ ന്യായമായ നെഗോസിയേഷൻ, അല്ലാതെ ഈ ട്രംപിൻ്റെ കെയർ ഓഫിൽ മസ്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇരച്ചു കയറുകയാണോ വേണ്ടത്, അതോ ന്യായമായ ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യാൻ ഒരുമിച്ച് നിന്ന് മസ്കിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാം, മൊബൈൽ പെനിട്രേഷൻ വർദ്ധിപ്പിക്കാം, ഇൻ്റർനെറ്റ് പെനിട്രേഷൻ വർദ്ധിപ്പിക്കാം എന്ന തീരുമാനമാണോ യുക്തിപരമായി നീങ്ങേണ്ട സമയമാണ് ഇത്.